ഹേയ് ഗായ്സ്, സോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ S9 FE എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ്. ഏകദേശം 30K റേഞ്ചിലാണ് ഇതിൻ്റെ ബേസ് മോഡൽ വില വരുന്നത്. ഡിസൈൻ വൈസ് സംസാരിക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ലോഗോ എൻഗ്രേവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എസ് പെൻ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് ഡീൽ. ഈ ടാബ്ലറ്റിന് ഡ്യുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഈ സ്പീക്കേഴ്സ് തരുന്നുണ്ട്. പിന്നെ ഒരു SD കാർഡ് സ്ലോട്ടും ടൈപ്പ് സി ചാർജിങ് പോർട്ടും ആണ് ഈ ടാബ്ലറ്റിൽ വരുന്നത്. നമുക്ക് ഈ ടാബ്ലറ്റിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള രീതിയിൽ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ചിട്ടുള്ളത്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. ഇനി ഡിസ്പ്ലേ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 10.9 ഇഞ്ചസിൻ്റെ ഒരു വലിയ സ്ക്രീനാണ് ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നത്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സ്ക്രീൻ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് ഓവറോൾ ഈ സ്ക്രീൻ സൈസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. വ്യൂവേഴ്സിന് ഇതിൻ്റെ സ്ക്രീൻ സൈസ് കറക്റ്റായി മനസ്സിലാവും. ഞാൻ എൻ്റെ 27 ഇഞ്ച് മോണിറ്റർ എടുത്ത് വെച്ച് കാണിച്ചു തരാം. അത്യാവശ്യം വലിയ സ്ക്രീൻ തന്നെയാണ് ഈ ടാബ്ലറ്റിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തന്നെ ഈ ടാബ്ലറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്. 10.9 ഇഞ്ചസ് ഉള്ള TFT ഡിസ്പ്ലേ ആണ് ഈ ടാബ്ലറ്റിൽ വരുന്നത്. ഇത്രയും കാലം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് തരുന്നുണ്ട്. ഇനി നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് വർക്ക് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സെക്കൻഡ് സ്ക്രീനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടാബ്ലറ്റാണ്. അത്യാവശ്യം സ്ക്രീൻ സൈസ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് ഫ്ലോ ഒരു രീതിയിലും എഫക്റ്റ് ആവാതെ മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ടാബ്ലറ്റിൽ നിന്ന് PC-യിലേക്കൊക്കെ നിങ്ങൾക്ക് ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ വളരെയധികം എളുപ്പമാണ്. ഫോൺ ലിങ്ക് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ PC-യിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്താൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസൊക്കെ PC-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ട് കമൻസിൽ അറിയിക്കുക. ടാബ്ലറ്റിൻ്റെ കൂടെ തന്നെ എസ് പെൻ വരുന്നുണ്ടെന്നുള്ളത് സ്റ്റുഡൻസിനൊക്കെ വലിയൊരു ഓഫറാണ്. കാരണം ആപ്പിൾ പെൻസിലിനൊക്കെ 7000 മുതൽ 8000 രൂപ വരെയാണ് മാർക്കറ്റിൽ പ്രൈസ് വരുന്നത്. ഈ ഒരു എസ് പെന്നിലെ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എയർ കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. എസ് പെന്നിനെ പറ്റി ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ വളരെ പ്രിസൈസ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഇത് തരുന്നുണ്ട്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. സാംസങ്ങിൻ്റെ തന്നെ നോട്ട് മേക്കിംഗ് ആപ്പായ സാംസങ് നോട്ട്സിലൂടെ നിങ്ങൾക്ക് നോട്ട്സ് മാനേജ് ചെയ്യാനായാലും ഡെയിലി ബേസിസിൽ നോട്ട്സ് എഴുതിയെടുക്കാനായാലും വളരെയധികം എളുപ്പമാണ്. എൻ്റെ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ ടാബ്ലറ്റ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എഡിറ്റ് ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ നോട്ട് ടേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണം പറയാൻ. നോട്ട്സ് സമ്മറൈസ് ചെയ്യാനും ഫോൾഡേഴ്സ് ആക്കാനും ഒക്കെ വളരെയധികം എളുപ്പമാണ്. പേജസിനാണെങ്കിൽ ഒരുപാട് കളർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എസ് പെന്നിൽ പ്രഷർ സെൻസിറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾ പ്രോ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ ബാക്കി ഓൾട്ടർനേറ്റീവ്സും കൂടെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓവറോൾ ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഈ ടാബ്ലറ്റ് തരുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റുഡൻസിന് ആവശ്യമുള്ള ഒരു 95% സാധനങ്ങളും ഈ ഒരു ടാബ്ലറ്റിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഇനി നിങ്ങൾ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ഒക്കെ നല്ലോണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടൻറ്റൊക്കെ കോപ്പി ചെയ്ത് നോട്ട്സിലേക്ക് പേസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ വെബ് പേജിൻ്റെ മുകളിലുള്ള കണ്ടൻറ്റ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് പെൻ എടുത്തതിന് ശേഷം അതിൽ ബട്ടൺ അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ഓപ്ഷൻ വരും. ഈ കോപ്പി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് നോട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ നിന്ന് നിങ്ങൾക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം സിമ്പിളാണ്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സൊക്കെ സമ്മറൈസ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. ഇനി ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് വേണം പറയാൻ. 8 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. വീഡിയോ കോളിനും കോൺഫറൻസിനും ഒക്കെ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടും, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. നിങ്ങൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ഈ ഒരു ടാബ്ലറ്റ് തരുന്നുണ്ട്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് എന്നുള്ള ആപ്സ് യൂസ് ചെയ്യുമ്പോഴും ഫ്ലോലെസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ടന്റ് കൺസംഷന് വേണ്ടി വളരെയധികം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ടാബ്ലറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ അറിയിക്കാം. ഞാൻ ഈ ടാബ്ലറ്റ് റീസെൻ്റ്ലി ഗെയിമിങ്ങിനും യൂസ് ചെയ്തിരുന്നു. ഇതിലുള്ളത് സാംസങ്ങിൻ്റെ എക്സിനോസ് 1380 ചിപ്സെറ്റാണ്. പബ്ജി മൊബൈലൊക്കെ സ്മൂത്ത് എക്സ്ട്രീം സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇതിൽ കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഗെയിം പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു 50 to 55 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. ടാബ്ലറ്റ് അധികം ഹെവി അല്ലാത്തതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് എനിക്ക് അധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല.
അതുപോലെ എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പ്രോസസ്സർ എക്സിനോസ് ആണെങ്കിലും അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് തന്നെ എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ആക്ച്വൽ പെർഫോമൻസ് എന്റെ എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ഇനി ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. കണ്ടന്റ് കൺസംപ്ഷൻ അത്യാവശ്യം പവർ വലിക്കുമെങ്കിലും നിങ്ങൾ നോട്ട് ടേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ 128 GB ആണ് എനിക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുള്ളത്. ഒരു സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇത് ധാരാളമാണ്. പക്ഷെ നിങ്ങൾ മൂവീസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ടു ബി ഓൺ ദ സേഫ് സൈഡ് നിങ്ങൾ 256 GB ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ടാബ്ലറ്റിൽ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ചെയ്തിരുന്നു. ആൻഡ് എനിക്കിതിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓവറോൾ ആൻഡ്രോയിഡ് 15ന്റെ UI ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. സോ ഈ ഒരു ടാബ്ലറ്റ് ഇത്രയും കാലം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് എന്ന് ഞാനൊരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണം പറയാൻ. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഗാഡ്ജറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. ഞാൻ ഈ ടാബ്ലറ്റിന് 8 ഔട്ട് ഓഫ് 10 കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ആൻഡ് ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.